ഹലോ ഗുഡീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ആംഗിൾസ് അല്ലേ, അത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതായിരുന്നു ലൈവിലൊക്കെ. പക്ഷേ അതൊന്നും പോരാ, ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കുട്ടിക്ക് പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്, എൻ്റെ മക്കൾക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അത്രയും സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നിങ്ങളോട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആംഗിൾ അല്ലേ, എന്താണ് ഒരു കോണളവ് അല്ലേ, ആ ഒരു ആംഗിൾ എങ്ങനെ വരയ്ക്കാം, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ എവിടെയെങ്കിലും എൻ്റെ കുട്ടികൾക്ക് അത് മിസ്സായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇത് ഒരു ആംഗിൾ എങ്ങനെ വരയ്ക്കാം, ഒരു പ്രൊട്രാക്ടർ വേണം, സ്കെയിൽ വേണം, ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അത് ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒന്നുകൂടെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ? അതാണ് ഇന്ന് മിസ് എന്തായാലും മക്കളോട് പറയാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യം ഒരു കോണളവായിരിക്കും, അത് എൻ്റെ മക്കൾക്ക് മിസ് കാണിച്ചു തരാം. അതെന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ സ്കെയിലും പ്രൊട്രാക്ടറൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് അത് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി ആണ് അല്ലേ. ഇത് ഏതാണ് നമ്മൾ ആംഗിൾ എ ബി സി ആണ്. അപ്പോൾ ആംഗിൾ എ ബി സി 40 ഡിഗ്രി ആണ്. അപ്പം 40 ഡിഗ്രിയുള്ള ഒരു കോണളവ് നമ്മൾ വരയ്ക്കണം, ഒരു ആംഗിൾ വരയ്ക്കണം അല്ലേടാ. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ളതുപോലെ മിസ്സിൻ്റെ കയ്യിലും സ്കെയിലും പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ മിസ് ആദ്യം സ്കെയിൽ എടുത്തു അല്ലേ. അപ്പം സ്കെയിലിൽ എൻ്റെ മക്കൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്കെയിലിൽ എങ്ങനെ വേണമെങ്കിലും നീട്ടി ഒരു വര വരയ്ക്കാം. ഇത്ര അളവ് വേണം എന്നൊന്നും അതിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, മിസ് സ്കെയിൽ എടുത്തു, അതിലിതാ കുറച്ചൊരു നീട്ടി ഒരു വര വരച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, പ്രൊട്രാക്ടർ വേണം. ആ പ്രൊട്രാക്ടറിലാണ് നമ്മൾ 40 ഡിഗ്രി മെഷർ ചെയ്യുന്നത് അല്ലേടാ. അപ്പം ഞാൻ സ്കെയിൽ മാറ്റി നിങ്ങളെ പ്രൊട്രാക്ടർ വെച്ചു. പ്രൊട്രാക്ടർ വരയുടെ ഒരു അറ്റത്താണ് വെച്ചത് ഇല്ലേടാ, അവിടെ നിന്നാണ് നമ്മൾ 40 ഡിഗ്രി വരയ്ക്കേണ്ടത്. അപ്പം എൻ്റെ മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പ്രൊട്രാക്ടർ കുറച്ചുകൂടെ വലുതാക്കി തരാം. അതിൽ ഞാനിതാ 40 ഡിഗ്രി അല്ലേ, ആ വരയിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 40 ഡിഗ്രിയിൽ ഒരു കുഞ്ഞി പോയിന്റ് വെക്കണം. അപ്പോൾ മിസ് അവിടെ 40 ഡിഗ്രിയിൽ ഒരു കുഞ്ഞി പോയിന്റ് വെച്ചു. ഇനി എന്ത് ചെയ്യണം, പ്രൊട്രാക്ടർ മാറ്റി എൻ്റെ മക്കൾ സ്കെയിൽ യൂസ് ചെയ്ത് നേരെ ആ ഒരു ഡോട്ടിലേക്ക് വരച്ചാൽ മതി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ 40 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ കിട്ടിയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ പ്രൊട്രാക്ടർ എവിടെ വെക്കണം, എവിടെ നിന്ന് അളക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇതോടെ എന്താവണം, അത് ക്ലിയർ ചെയ്യണം. അപ്പം ഇതേപോലെ ഒരു ആംഗിൾ കൂടെ മക്കൾ വരച്ച് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ 40 ഡിഗ്രി വരച്ചതുപോലെ എന്ത് ചെയ്യണം, ഇനി ഒരു വലിയ ആംഗിൾ, എത്ര ആംഗിള്, 130 ഡിഗ്രി ഉള്ള ഒരു വലിയ ആംഗിൾ നമുക്ക് വരച്ചു നോക്കണം. അപ്പോൾ വലിയ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായാലും എന്ത് ചെയ്യണം, പ്രൊട്രാക്ടറിൽ എവിടുന്ന് എങ്ങനെ അളക്കണം എന്നൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് നോക്കണം. റെഡി? അപ്പോൾ നേരത്തെ പോലെ സ്കെയിൽ എടുത്തു. സ്കെയിലിൽ മിസ് എന്താക്കുന്നുണ്ട്, നീട്ടി ഒരു വര വരയ്ക്കുന്നുണ്ട്. ആദ്യം നീട്ടി ഒരു വര വരച്ചു. അത് എത്ര സെൻറ്റിമീറ്റർ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എൻ്റെ മക്കൾക്ക് ഒരു കുഞ്ഞി നീളത്തിലൊരു വര വരയ്ക്കുക. എന്നിട്ട് സ്കെയിൽ മിസ് മാറ്റി വെച്ചു. പ്രൊട്രാക്ടർ എടുത്തു. പ്രൊട്രാക്ടർ കുറച്ചുകൂടെ വലുതാക്കാം കേട്ടോ, എൻ്റെ മക്കൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് 130 ഡിഗ്രി ആണ്, 130 ഡിഗ്രി. അപ്പം 130 എന്ന് പറയുമ്പോൾ ആ വരയുടെ ഭാഗത്തു നിന്ന് തുടങ്ങി നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ വരയുടെ ഭാഗത്തു നിന്ന് തുടങ്ങി 130 എന്ന് പറയുമ്പോൾ എവിടെ വരും, മിസ് അവിടെ ഒരു കുഞ്ഞി ഡോട്ട് ഇട്ടിട്ടുണ്ട്, എൻ്റെ മക്കളെ ശ്രദ്ധിക്കുക. അത് 130ൻ്റെ നേരെ ആയിരിക്കും. റെഡി ആയില്ലേ? ഇനി എന്ത് ചെയ്യണം, പ്രൊട്രാക്ടർ മാറ്റി നേരത്തെ പോലെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ആ ഡോട്ടിലേക്ക് ഒരു കുഞ്ഞി ലൈന് വരയ്ക്കുക. അപ്പോൾ നമ്മൾ 130 ഡിഗ്രി നേരത്തെ വരച്ച പോലെ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ 2 ആംഗിൾ നമ്മൾ വരച്ചു, ഒരു കുഞ്ഞി ആംഗിൾ വരച്ചു, ഒരു വലിയ ആംഗിളും വരച്ചു. ഈ ആംഗിൾസിന് ഓരോന്നിനും ഓരോ പേരുണ്ടായിരുന്നു അല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ആംഗിൾസിൻ്റെ പേര് കാര്യങ്ങളൊക്കെ പഠിച്ചതാ. അത് 130 വരുന്ന വലിയ ആംഗിൾ ആണെങ്കിൽ നമ്മൾ എന്താ അതിന് പറയുക, അതിന് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയായിരുന്നു. ബൃഹത് കോൺ എന്നൊക്കെ പറയും മലയാളത്തിൽ. കുഞ്ഞി ആംഗിളിന് എന്താ പറയുക, അതിന് നമ്മൾ ന്യൂനകോൺ അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആംഗിൾ എന്ന് പറയുന്നത്. ഇത്രയ്ക്ക് സിമ്പിൾ ആണെങ്കിൽ എൻ്റെ മക്കൾ എന്തായാലും ഓടിപ്പോയിട്ട് ഈ ഒരു ആംഗിൾ വരയ്ക്കണം. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇതിന് നോട്ടം ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ പ്രൊട്രാക്ടർ എവിടെ വെക്കണം, ഏത് രീതിയിൽ വരയ്ക്കണം എന്നൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നല്ലോണം മനസ്സിലാക്കിയിട്ട് നമ്മൾ ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഓടി വന്നിട്ട് കമൻറ്റ് ബോക്സിൽ മിസ്സേ ഞാൻ വരച്ചു എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കണം. അപ്പോൾ ആരൊക്കെ വരച്ചു എന്ന് മിസ്സ് നോക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഒരു കുഞ്ഞി കാര്യങ്ങളായിട്ട് മിസ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.